ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അരിയുണ്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള അളവ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുറേ ദിവസം ഇതേ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുത്തരിയാണ്. കുത്തരി അല്ലെങ്കിൽ നമുക്ക് മട്ട റൈസ് വെച്ചിട്ട് ചെയ്യാം. സാധാ ചോറ് വെക്കണ അരിയാ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ കുത്തരിയോ അല്ലെങ്കിൽ മട്ട റൈസോ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ 1 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. അധികം ബ്രൗൺ കളർ കളയാത്ത അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പഴയ പാനിലിട്ടിട്ട് വറുത്തെടുക്കുക. നല്ല നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പാൻ എന്തായാലും ചീത്തയാവും. അതുകൊണ്ട് പഴയ പാനിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ അതിലിട്ടിട്ട് വറുത്തെടുത്താലും മതി. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല, ലോ ഫ്ലെയിമിലും വെക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് അരിയൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ 2 തവണയായിട്ട് വറുത്തെടുക്കുക. അല്ലെങ്കിൽ വലിയ പാനിലോ ഉരുളിയിലോ ഇട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. എല്ലാം കൂടി കൂടുതൽ നമ്മൾ ഒരു പാനിലിട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് എല്ലാതും ഒരുപോലെ നന്നായിട്ട് വറുത്ത് കിട്ടൂല. എല്ലാ ഭാഗവും ഒരുപോലെ കളർ മാറി കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ 2 തവണയായിട്ട് വറുത്തെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒറ്റ തവണയായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. കളർ മാറി വരുന്ന സമയത്ത് അരി ഇങ്ങനെ പൊട്ടണ സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കളറാകുന്നത് വരെ വറുത്തെടുക്കാൻ വേണ്ടിക്ക് 20 മിനിറ്റാണ് കേട്ടോ ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയം എടുക്കും വറുത്തെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഈ ഒരു കളറായ ഉടനെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ആ ഒരു പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂടുകൊണ്ട് പിന്നെ ഇത് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നിരപ്പാക്കി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് പൊടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അരി അവിടുന്ന് ചൂടാറണ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ പലർക്കും പല സൈസിലായിരിക്കും കിട്ടുക. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു കപ്പിലിട്ട് അളന്നതാണ്. ഇതിപ്പം 1/2 കപ്പ് ശർക്കരയാണ് കേട്ടോ ഉള്ളത്. ചെറുതായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കപ്പിലിട്ടിട്ട് അളന്നാൽ മതി. 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്കാക്കി എടുക്കുന്നൊന്നും ഇല്ല, നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക വേണ്ടു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞു. നമുക്കിതിനെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം തന്നെ പൊടിച്ചെടുക്കണേ. ചൂടോട് കൂടി ഒരിക്കലും പൊടിക്കരുത്. നല്ല ക്ഷമയിൽ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇതേ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ തരി പോലെ വേണം, അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു റവ മോഡലിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ ഉള്ളത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ ഇടാം. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ തേങ്ങ ചിരകിയതിൽ പല സൈസിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അരി പൊടിച്ചിട്ടുള്ള ആ ഒരു ജാറിൽ തന്നെ ഇട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചെറിയൊരു സൈസിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. തേങ്ങയിൽ ആ ഒരു ഈർപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞ മാതിരി കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിന് നമുക്ക് ഈ ഒരു അരിയുടെ പൊടിയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ 1 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ അരിയുണ്ട കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും തേങ്ങ ചേർക്കണ സമയത്ത്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. അരിയും തേങ്ങയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ശർക്കര മെൽറ്റ് ചെയ്തത് ചേർക്കുന്ന സമയത്ത് കുറച്ച് ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഞാനിതിപ്പോൾ മെൽറ്റ് ചെയ്ത ഉടനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു നല്ല ചൂടിൽ തന്നെയാണ് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പകുതിയാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ആദ്യം തന്നെ ഒഴിക്കണ്ട കേട്ടോ. ആദ്യം പകുതി ഒഴിക്കുക, അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു 1/2 കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തത് മൊത്തത്തിൽ ഒഴിച്ചു കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ തൊടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. ഞാനിതിപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. ഇതിപ്പോൾ ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തൊടാൻ വേണ്ടി പറ്റണ ആ ഒരു ചൂടേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ചെറിയ ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിൽ എനിക്കൊരു 17 അരിയുണ്ടയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ നമ്മുടെ അരിയുണ്ട എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ. ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഇതുപോലെ പൊടിഞ്ഞു വരും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അരിയുണ്ട ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഈ ഒരു അരിയുണ്ട നന്നായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്